മുഖം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുണ്ടാകണം, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടാകണം. മനസ്സിൽ വെച്ചോ. തിരുമുഖ ഭക്തിയിലേക്ക് അച്ഛൻ തിരിച്ചു വരികയാണ്. തിരുമുഖ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഈശോ പറഞ്ഞ 3 കാര്യങ്ങൾ. ഈശോ പറഞ്ഞത് 3 പാപങ്ങൾക്ക് റിപ്പറേഷൻ, അതായത് 3 പ്രധാനപ്പെട്ട പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ തിരുമുഖ ഭക്തി തിരുസഭയിൽ പ്രചരിപ്പിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അച്ഛനൊന്നുകൂടെ പറയാം. എന്താണ്? 3 പ്രധാനപ്പെട്ട പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ തിരുമുഖ ഭക്തി തിരുസഭയിൽ പ്രചരിപ്പിക്കപ്പെടണമെന്ന് ഈശോ സന്ദേശം കൊടുത്തത്. ഏതൊക്കെയാണ് ആ പാപങ്ങൾ? ഉത്തരം പറയുന്നവർക്ക് അച്ഛൻ സമ്മാനം കൊടുക്കുന്നതാണ്. ഒരു ക്ലൂ ഇല്ല അല്ലേ? നമ്മൾ വിചാരിച്ചു ഈശോയുടെ തിരുമുഖം ദിവ്യകാരുണ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 3 പ്രധാനപ്പെട്ട പാപങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കൂടുതൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് പറയട്ടെ, പെട്ടെന്ന് പറയാം. ആദ്യത്തെ 3 കൽപ്പനകളുടെ ലംഘനത്തിന് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് തിരുമുഖ ഭക്തിയുള്ളത്. എന്തൊക്കെയാണ് ആദ്യത്തെ 3 കൽപ്പനകൾ? ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഇത്തിരി സ്വരത്തിൽ പറഞ്ഞു. പണ്ട് കല്യാണത്തിന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? നമസ്കാരം കേൾക്കാൻ വേണ്ടി പോയപ്പോ പറഞ്ഞിട്ട് 1-ാം പ്രമാണം എന്താണ്? നിന്റെ ദൈവമാ. ചേട്ടന്മാര് ഇത് പറഞ്ഞിട്ടുമില്ലാന്ന് തോന്നുന്നു. എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞ 1-ാം പ്രമാണം ഞാനാകുന്നു, മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്.